പോകണമെന്ന് പറയുന്നവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാനാണെങ്കിൽ ആ വീട്ടിലുള്ള 80-85% ആൾക്കാരും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗബ്രി പേര് പറയാം ഞാൻ. ഗബ്രി വന്നപ്പോൾ ഗബ്രിയും ഇടയ്ക്കിടയ്ക്ക് 13 പ്രാവശ്യം എന്തോ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി വിട്ടില്ല. ഈ പറയുന്ന ഇപ്പൊ അതിനകത്ത് നിന്ന് താരറാണിയൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെ കുറിച്ചാണെങ്കിൽ ഞാൻ തന്നെ പറയും. പുള്ളിക്കാരത്തെയും പുറത്തു പോകണം എന്നല്ലേ പറയുന്നത്. എന്താ ഇറക്കി വിടാത്ത? എന്നോടാണ് ചോദിക്കേണ്ടത്. അല്ല, ചോദ്യം എന്താണ് ഇറക്കി വിടാത്തത്? ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മുടെ സിബിനെ പുറത്താക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. സിബിൻ ഒരു ദിവസം അവിടെ മെന്റലി ഫുള്ള് ഡൗൺ ആവുകയും ഡൗൺ ആയതിന്റെ കാരണം വേറൊന്നുമില്ല, ലാലേട്ടൻ മറ്റേ ഫിംഗർ കാണിച്ചതിന്റെ സീനിൽ ദേഷ്യപ്പെട്ടതിന്റെ പിന്നാലെയാണ് സിബിൻ അവിടെ ഡൗൺ ആവുന്നത്. ഡൗൺ ആയതിനു ശേഷം സിബിൻ അവിടെ നിന്ന് എനിക്കിനി നിൽക്കാൻ പറ്റത്തില്ല, പുറത്ത് പോകണം എന്ന് പറയേണ്ട താമസം കുറച്ച് കഴിഞ്ഞപ്പം സിബിനെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് സിബിനും പൂജയും പുറത്തുപോയി, പൂജ ഹെൽത്ത് ഇഷ്യൂ വന്നതാണ്, സിബിനും കൂടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ട്. പക്ഷേ അത് ഒരു പറഞ്ഞു വിടല് കുറച്ച് എനിക്കും ഒരു ഡൈജസ്റ്റീവ് അല്ലായിരുന്നു. കാരണം അവിടെ സിബിൻ മാത്രമല്ല ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നത്, ഏത് പുറത്ത് പോകണമെന്ന്. സിബിൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഇനി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ വിളിച്ച് കൗൺസിലിംഗ് ചെയ്തിട്ടും അവസാനം സിബിൻ്റെ അടുത്ത് പറഞ്ഞ വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കാം, അങ്ങനെ എന്തോ ഒരു സെറ്റപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് സിബിൻ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വീഡിയോ കൊടുക്കാം. പക്ഷേ അന്നൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. കാരണം ഈ പറയുന്ന ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകണമെന്ന്. എന്നിട്ട് പുറത്ത് വിട്ടോ? എന്തിന്? ഗബ്രി ഇല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ പുറത്തു പോകുമെന്ന വെല്ലുവിളിയുമായി ജാസ്മിൻ ഇരിപ്പുണ്ട്. പുറത്ത് പോയില്ലെങ്കിൽ നമുക്ക് കാണാം. എന്തായാലും അതിലോട്ട് വരാം. അതിനു മുമ്പേ സിബിൻ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു നോക്കാം. തീരുമാനപ്രകാരം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. താല്പര്യം തീരുമാനം 2 വാക്കുകളാണുള്ളത്. തീരുമാനപ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഹൗസിനുള്ളിൽ അനൗൺസ് ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ രണ്ടുപേരും പോകുന്നത് ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത്. സിബിനും പൂജയും, നമ്മൾ രണ്ടുപേരല്ല, ഞാനും എൻ്റെ സുഹൃത്ത് പൂജയും ഷോ ഇട്ട് ഇറങ്ങുന്നത് ഒരുമിച്ചാണ് അനൗൺസ് ചെയ്തത്. അതായത് സിബിനും പൂജയും ആരോഗ്യ കാരണങ്ങളാൽ ഈ വീട്ടിൽ നിന്ന് എന്നേക്ക് വിട പറയുന്നു എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഡോക്ടറിന്റെ ഫൈനൽ ഒരു കൺസൾട്ടേഷന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നോട് ഇനി സിബിന് ഷോയിൽ തുടരാൻ പറ്റില്ല. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. സിബിൻ ഒരു 1 വീക്ക് ബ്രേക്ക് എടുക്കുക, വീട്ടിൽ പോയി ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുക, കോൺടാക്ട് ദ ടീം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോൺവെർസേഷൻ അവസാനിക്കുന്നത്. പിന്നെ ഞാൻ അറിയുന്നു ക്രിയേറ്റീവ് ടീം എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് വന്നിരുന്നത്. എനിക്ക് തിരിച്ച് വീട്ടിനുള്ളിൽ വരണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. നടന്നില്ല. അപ്പൊ ഇവിടെ സിബിൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് പോയിരുന്ന് അതൊന്ന് മൈൻഡ് ഓക്കെ ആക്കിയിട്ട് തിരിച്ച് വിളിച്ച് കയറാനാണ്. അപ്പൊ ഇതുവരെ ഒരാഴ്ച ആയില്ലേ, സിബിനെ തിരിച്ച് കാണാനില്ല. അപ്പൊ തിരിച്ച് വിളിച്ചിട്ടില്ല, അതാണ് സംഭവിച്ചത്. എന്തായാലും കൊള്ളാം, സൂപ്പർ, നല്ല കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് കുറച്ച് കാര്യം ഉണ്ടേ സംസാരിക്കുക. എനിക്ക് നന്നായിട്ട് ചോദ്യം വരുന്നുണ്ട്. ബാക്കിയാക്കാം അടുത്ത്. നമ്മുടെ മെന്റൽ പ്രഷർ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കൺട്രോളിംഗ് പോയിന്റ് ഉണ്ടല്ലോ. ആ പോയിന്റിന്റെ താഴേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി മനുഷ്യന്മാരൊക്കെ വിഷമിക്കും, കരഞ്ഞ് പുറത്തു പോകണമെന്ന് ഞാൻ വാശി പിടിച്ചു. നിങ്ങളല്ല, ഞാൻ അത് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പുറത്ത് പോകണമെന്ന് പറയുന്നവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാനാണെങ്കിൽ ആ വീട്ടിലുള്ള 80-85% ആൾക്കാരും പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സീസണിൽ മാത്രമല്ല, തുടങ്ങിയ 1ാമത്തെ സീസൺ തൊട്ട് ഈ പറയുന്ന 6ാമത്തെ സീസൺ വരെ പല കണ്ടസ്റ്റൻസും 80% കണ്ടസ്റ്റൻസും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും പറയുന്നുണ്ട്. അവരെയൊക്കെ ഇവർ പുറത്തിറക്കി വിടുകയാണ് ചെയ്യുന്നത്. അല്ല, അപ്പം എന്തിനാണ് ഒരു സാറ്റർഡേ എപ്പിസോഡിൽ എന്നോട് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത്? എന്തിനാണ്? എൻ്റെ മെന്റൽ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ്. അല്ലാതെ സിബിൻ എത്രത്തോളം മെന്റലി സ്ട്രോങ് ആണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരുടെ സൈഡിൽ നിന്ന് അവർ ജസ്റ്റിഫിക്കേഷൻ അതായിരിക്കും. അത് അളക്കാനുള്ള ശ്രമമായിരുന്നു. ആ അളവ് ചിലപ്പോൾ ഒരു പരിധി അവർ പ്രതീക്ഷയിൽ നിന്ന് കൂടിപ്പോയി. അപ്പോൾ ഞാൻ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിപ്പോൾ എനിക്ക് പുറത്തു പോകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പം അവരെന്നെ ഇമീഡിയറ്റ്ലി പുറത്തിറക്കി വിടാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പുറത്തിറക്കി വിടാമല്ലോ. റീസെന്റ് ആയിട്ട് ഒരു അതിലോട്ട് വരാം. ഈ സിബിൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങും നിനക്ക് പോകണമല്ലേ, പോ എന്ന് പറഞ്ഞ് ഓടിച്ച് വിട്ടേ. എന്താണെന്നറിയാമോ? സിബിന് പുറത്ത് നല്ല ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതറിയാം. ഈ പറയുന്ന പോലെ 4th സീസണിൽ റോബിനൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ സപ്പോർട്ട് സിബിന് ഏതാണ്ട് വന്നു തുടങ്ങി. അപ്പോൾ പുതിയൊരു കളിയാവും എന്നുള്ള കാര്യം ബിഗ് ബോസിനും മനസ്സിലായി. അതുകൊണ്ട് ജാസ്മിന് കപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിബിൻ എങ്ങനെയെങ്കിലും അവ എന്തായാലും ഇപ്പം തന്നെ പറഞ്ഞ സ്ഥിതിക്കാണ് ഈ സ്പോട്ടിൽ തന്നെ പറഞ്ഞു വിടാം, ആ കൂട്ടത്തങ്ങ് പോട്ട് എന്ന് പറഞ്ഞ് സിബിനെ പറഞ്ഞു വിട്ട പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്തായാലും സിബിൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു കലക്കുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവൻ അവിടെ പോയ ദിവസങ്ങളിലാണ് അവിടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അവിടെ എൻ്റർടൈൻമെൻറ്റും ഇല്ലായിരുന്നു, ഒരു കോക്കനട്ടും ഇല്ലായിരുന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ബാക്കി കേൾക്കാം. ഗബ്രി പേര് പറയാം ഞാൻ. ഗബ്രി വന്നപ്പോൾ ഗബ്രിയും ഇടയ്ക്കിടയ്ക്ക് 13 പ്രാവശ്യം എന്തോ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി വിട്ടില്ല. ഈ പറയുന്ന ഇപ്പൊ അതിനകത്ത് നിന്ന് താരറാണിയൊക്കെ വാഴ്ത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെ കുറിച്ചാണെങ്കിൽ ഞാൻ തന്നെ പറയും. പുള്ളിക്കാരത്തെയും പുറത്തു പോകണം എന്നല്ലേ പറയുന്നത്. എന്താ ഇറക്കി വിടാത്ത? എന്നോടാണ് ചോദിക്കേണ്ടത്. അല്ല, ചോദ്യം എന്താണ് ഇറക്കി വിടാത്തത്? ക്വസ്റ്റ്യൻ മാർക്ക് ജനങ്ങളോടാണ്. ഓക്കെ, അപ്പം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇറങ്ങി വന്നിട്ട്
അതെ, എന്താ ജാസ്മിനെ ഇറക്കി വിട്ടില്ല, ഗബ്രി ഇറക്കി വിട്ടില്ല? എന്ത് ഉപദേശമായിരുന്നു? നിങ്ങൾ നല്ലൊരു ഗെയിമറാണ്, നിങ്ങൾ കളിക്കൂ, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്തല്ലേ അത് കയറ്റി തിരിച്ചു വിട്ടത്. ഇറക്കി വിട്ടില്ലല്ലോ, അല്ലെ വീട്ടിൽ പോയിട്ട് അതുവഴി പൊക്കോ എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് 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 ദ പവർ ഓഫ് ജാഫരിൻ ഗബ്രി. മനസ്സിലായ? പിന്നെ വേറൊരു കേസ് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രി എവിക്റ്റായ അന്ന് മുതൽ ജാസ്മിന്റെ ഒട്ടുക്കത്തെ കരച്ചിൽ നാടകമായിരുന്നല്ലോ. നടക്കമേ ഉലകം എന്നായിരുന്നു. ഗബ്രി, നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം, നീ സീക്രട്ട് റൂമിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് കാണുമ്പോൾ ഇല്ലാണ്ട് കയറും, എനിക്ക് എവിടെ കൂടിയൊക്കെ എനിക്ക് തുറന്നു കയറും ആ അഭിനയം കാണുമ്പോൾ. പിന്നെ അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത ഈ വരണ ആ ആഴ്ച നോക്കിയിട്ട് ഗബ്രി വന്നില്ലെങ്കിൽ അവളും പുറത്തു പോകും എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഒന്ന് പുറത്തു പോകണം. പറഞ്ഞ വാക്കിന് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വില കൽപ്പിച്ച് സ്വയമേ അവിടെ കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും ഇറങ്ങി ഒന്ന് പുറത്തു പോകും. ഇങ്ങനെ ബിഗ് ബോസ് വിടത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞത് വാക്കിന് വില ഉണ്ടോ എന്ന് അപ്പോഴും നമുക്കൊന്ന് കാണാം. എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഈ സീക്രട്ട് റൂമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് കയറ്റുമല്ലോ എന്നുള്ളൊരു സാധനം എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ലാലേട്ടൻ വരുമ്പോഴും ഗബ്രി തിരിച്ച് കയറാതെ വരുമ്പം ജാസ്മിന് മനസ്സിലാവും ഗബ്രി പുറത്ത് പോയെന്ന്. പിന്നെ വേറൊരു കാര്യം, സീക്രട്ട് റൂമിൽ ഇല്ലെന്നും അവൻ പുറത്ത് പോയെന്നും അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ അഭിനയിക്കുകയാണ്. അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു സഹതാപം കുറെ ആൾക്കാരുടെ ഇടയിൽ കിടന്നിങ്ങനെ മെഴുകി കരഞ്ഞ് അവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോണ്ട് പോകണ്ടേ? എന്തൊക്കെ ആയാലും അവൾ പുറത്തു പോകും ഗബ്രി വന്നില്ലെങ്കിൽ എന്ന് അവൾ പറഞ്ഞ വാക്കെങ്കിലും നല്ല ആണെങ്കിൽ പാലിക്കണം. മനസ്സിലായ? അതാണ് ചെയ്യേണ്ടത്. അത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അത് പാലിക്കണം. പിന്നെ ഇവളുടെ നാടകം ഫോട്ടോ എടുത്തു വയ്ക്കുന്നു, കുറേ ദിവസം കൊണ്ട് ഈ ഗബ്രിയുടെ ഫോട്ടോ കൊണ്ട് നടക്കണം. നിർത്തുവോടെ അത്? കണ്ട് ഇവളുടെ വിചാരം ഇവൾ മറ്റേ ക്യൂട്ട്നെസ് ഓവർലോഡ് വാരി എറിയുകയാണെന്നാണ് ഇവളുടെ വിചാരം. വാച്ചായിരിക്കണം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു ഗതികെട്ട സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. വെറുത്ത് എക്സ്ട്രീം ലെവൽ വെറുത്ത്. ഇനി എനിക്ക് വെറുക്കാനില്ല. ബാക്കി അമ്മ വെറുക്കാൻ ഉണ്ട് എങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവൽ ഞാൻ വെറുത്ത്. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ ഇവളുടെ കുറേ കള്ള നാടകവും അഭിനയമൊക്കെ വാരി ഇടുകയാണ്. ഈ പറയുന്ന സിബിൻ അവനെ ചുമ്മാ നിപ്പിന് പറഞ്ഞങ്ങ് വിട്ടടേ. ഇത് എന്നെ സംഭവിച്ചു. ഗബ്രി ജാസ്മിനും ഒന്നും പറഞ്ഞാൽ പറഞ്ഞു വിടത്തില്ല. സിബിൻ പറഞ്ഞ എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ ഉടനെ സിബിനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. നീ പൊക്കോ പിന്നെ കാണാം. ഇതായിരുന്നു സംഭവം. എന്തായാലും ഇതൊക്കെയാണ് ചെറുകെട്ട് സംഭവങ്ങൾ. നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുന്ന ജാസ്മിൻ ഈ ഫോട്ടോ എടുത്ത് വെച്ച് അവളുടെ കുടുംബ ഫോട്ടോ അതിൻ്റെ മുകളിൽ അവൾ ചാരി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പൊടി അടിച്ചിരിക്കണം, അതെങ്കിലും തുടച്ചവളെ. അനക്കിയ അവള് മറ്റവൻ്റെ ഫോട്ടോ എടുത്തോണ്ട് പുതപ്പിൻ്റെ അടിയിൽ പോയിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ അങ്ങോട്ട് പെരുത്ത് കയറും. സത്യമല്ല, നമ്മൾ ഒരുമാതിരി കണ്ടോണ്ടിരിക്കുന്നവർ പൊട്ടന്മാരാണ്. അവൾ ചെയ്യുന്നതും കാണിക്കുന്നതും എല്ലാം നമ്മൾ വിശ്വസിച്ചു എന്നാണ് അവളുടെ വിചാരം. ഇവിടെ എന്തുപാടേ ഇത്? ഒരുമാതിരി മറ്റേടത്തിൻ്റെ അടുത്ത സ്വഭാവത്തിലേക്ക് കാണിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഒന്നാ ചൂട് ചൊറിഞ്ഞു പറഞ്ഞു. നമ്മൾ പൊട്ടന്മാരെന്നാണ് ഇവളൊക്കെ വിചാരം. അഭിനയം ഇന്നലെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കണ്ടായിരുന്നു. അവൾക്ക് പറ്റിയ സാധനമാണ് ആദ്യം കയറിയുന്നത്. കക്കൂസിൻ്റെ അകത്ത് ക്ലോസറ്റിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത് മറ്റേ കീടാണുമായിട്ട്. അതാണ് പറ്റിയത്. അതാണ് അവൾക്ക് ചേർന്ന സാധനം. അതാണ് മനസ്സിലായ? എന്തായാലും മരവാഴ ഗബ്രി പുറത്തു പോയിട്ട് അവനെ കാണാനില്ല. അവൻ ജാസ്മിനെ കുറിച്ച് അന്ന് പറഞ്ഞാൽ പിന്നെ വന്ന് വീഡിയോസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ അവനും കാര്യം തെളിഞ്ഞെന്നോണ് കാണാനില്ല. അതങ്ങനെ ഒരു പോങ്ങേ, ഇതിങ്ങനെ ഒരു പോങ്ങി. എന്തായാലും കൊള്ളാടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ സാധനങ്ങളൊന്നും ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ഇവളുടെ PR ടീം ഇറങ്ങിയിട്ടുണ്ട്. വെളുപ്പീരും കമന്റ് ബോക്സിൽ വെളുപ്പീര് ജാസ്മിൻ ഒരു ബാക്കിയെല്ലാം തൈര് എന്നുള്ള രീതിയിലും ജാസ്മിൻ ലവ് ഒക്കെ വരിയിട്ടോണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. ഈ കഞ്ഞി കേസുകളെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വായിരിക്കണം എല്ലാം കൊണ്ട് പറയിപ്പിക്കില്ല കേട്ടാ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. സിബിൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഗബ്രിയെ പറ്റി അവൻ്റെ അഭിപ്രായം കണ്ടല്ല. പിന്നെ അവൻ തന്നെ ഇടയ്ക്ക് സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവളെ നാടകമാണ് കാണിക്കുന്നത്. അതറിയാം, അകത്ത് പോയി നിന്നവർക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു. ബൈ.